ഒരു മനുഷ്യന്റെ ജീവിത വിജയം ആധാരമാക്കുന്നത് എത്ര മനോഹരമായിട്ട് നമുക്ക് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുമുള്ളതാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? നമ്മളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, നമ്മളുടെ മേലധികാരികൾ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലയൻസ്, ഫാമിലി ആണെങ്കിൽ മേ ബി വൈഫ് ഓർ ഹസ്ബൻഡ്, കുട്ടികൾ, ബന്ധുക്കൾ. ആത്യന്തികമായി എങ്ങനെയാണ് നമ്മൾ വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തുന്നത്? ഹൗ ഇഫക്റ്റീവ്ലി വി ആർ ഗുഡ് ഇൻ മാനേജിങ് എന്നുള്ളതാണ്. അപ്പം അതിനാദ്യം നമുക്കറിയേണ്ടത് നമ്മൾ ഇടപെടുന്ന വ്യക്തി എന്ത് ടൈപ്പ് വ്യക്തിയാണ്. അതിനാദ്യം നമ്മൾ എന്ത് ടൈപ്പ് വ്യക്തിയാണ്. ഒരു ഫോർമുലയുണ്ട്, എറിക് ബേണിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ സയൻസ് ആണ്. അതിലൊരു വ്യക്തിനെ മൂന്ന് മൂന്ന് ടൈപ്പായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്, മീൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. പാരന്റ്, അഡൾട്ട്, ചൈൽഡ്, ഈ മൂന്ന് ടൈപ്പായിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാരന്റൽ ടൈപ്പുള്ള ആളാണെങ്കിൽ ആൾ എപ്പോഴും ഭയങ്കര കർക്കശക്കാരനായിരിക്കും. എനിക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും പുതിയ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇനിയിപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞാലും ഞാൻ സ്വഭാവം മാറ്റാൻ തയ്യാറല്ല, എന്തിനും അഡമൻസി കാണിക്കുന്ന ആളുകൾ. ഇനി അവർ തെറ്റാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ പോലും ആ തെറ്റിനെ ന്യായീകരിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ, ഒരിക്കലും വേറെ ആളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇത്തരം ഒരു ആളാണ് നമ്മളുടെ ബോസ് എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരാളാണ് നമ്മുടെ ഭാര്യ ഭർത്താവെങ്കിൽ, ഇവരുമായിട്ടുള്ള ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ബിക്കോസ് വി കൻ നെവർ ചേഞ്ച് ദം. രണ്ടാമത്തെ അഡൾട്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ ഭയങ്കര മെച്ചുവേർഡ് ആയിരിക്കും. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും, ഞാൻ ചെയ്യുമ്പോൾ തെറ്റാണെങ്കിൽ, എൻ്റെ ബോധ്യം തെറ്റാണെങ്കിൽ തിരുത്താൻ തയ്യാറാകുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ആൾക്കാർ, അഡൾട്ട്. അവരുമായിട്ടുള്ള മൂവ്മെൻറ്റ് വളരെ ഈസിയാണ്. അവരെപ്പോഴും വളരെ ചിന്തിച്ചും വളരെ സൗമ്യമായും തീരുമാനങ്ങൾ എടുക്കുകയും ആൾക്കാരുമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് അഡൾട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ചൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പ്രായമാണെങ്കിലും അവർക്ക് കുട്ടികളുടെ സ്വഭാവമായിരിക്കും. ഒന്നിനും ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞു. അപ്പം നമ്മളും കരുതും, ഇത്ര പ്രായമായിട്ടും ഇയാളെന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്, കുട്ടികളെ പോലെ തീരുമാനം എടുക്കുക, ചില പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒക്കെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ഒരു വളരെ എന്താ പറയുക, വികാരങ്ങൾക്ക് അടിമപ്പെട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ. നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഇവർ. ഭാര്യമാരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പിണങ്ങുന്ന ഭാര്യയായിരിക്കും. ഭർത്താവാണെങ്കിൽ കുട്ടികളെ പോലെ ആയിരിക്കും പെരുമാറുക. അപ്പം ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആണ് ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ നമ്മളിതിനെ നോക്കുക, ഒരു വീട്ടിനകത്ത് ഹസ്ബൻഡ് പാരന്റൽ ടൈപ്പും ഭാര്യയും പാരന്റൽ ടൈപ്പും ആണെങ്കിൽ അവസ്ഥ എന്താ ചോദിക്കും. രണ്ടുപേരും തമ്മിൽ അടി വെച്ച് നേരം ഉണ്ടാവില്ല, ഡൈവോഴ്സിലേക്ക് അരാശിക്കും. കാരണം രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കില്ല. അതേസമയം ഭർത്താവ് പാരന്റലും ഭാര്യ ചൈൽഡുമായി നോക്കിയും എപ്പോഴും ഭർത്താവ് ഒരു പ്രൊട്ടക്റ്റീവ്, ഒരു ഫാദർ റോളായിരിക്കും ഉണ്ടാവുക. ഭാര്യ എന്ത് കാര്യത്തിനും ഭർത്താവ് പറയാണ്ട് ഒരു അടി മുന്നോട്ട് വയ്ക്കില്ല. ഭർത്താവിനും ഭാര്യയും തമ്മിലുള്ള ഇക്വേഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നേരെ തിരിച്ച് ഭാര്യ പാരന്റലും ഭർത്താവ് ചൈൽഡുമായി നോക്കിയേ, ഭാര്യ ആയിരിക്കും എല്ലാം ഡൊമിനന്റ് ആവുക. ഭാര്യ പറയുന്ന പോലെ ഭർത്താവ് ചെയ്യും. ഒരു അടി വെക്കണമെങ്കിൽ ഭാര്യ പറയണം. അത്രയ്ക്ക് പേടിയായിരിക്കും ഭാര്യനെ. നമുക്കിങ്ങനെ നമ്മൾ ചുറ്റും നോക്കിയാൽ ഇതേപോലത്തെ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും. സോ നമ്മൾ നാളെ ഒരാളെ മാനേജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബി വെരി ഷുവർ അയാൾ പാരന്റ് ആണോ, അഡൾട്ട് ആണോ, ചൈൽഡ് ആണോ എന്ന് അസസ് ചെയ്തതിനു ശേഷം നമുക്ക് അയാളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ടൈപ്പാണെന്ന് നമുക്കൊന്ന് ഡിസൈഡ് ചെയ്യാം. ഞാൻ അഡൾട്ട് ആണോ, പാരന്റ് ആണോ, ചൈൽഡ് ആണോ എന്നുള്ളത് അസസ് ചെയ്തിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തി ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമുക്ക് കുതിക്കാം. ഹാവ് എ ഗുഡ് ഡേ.